അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവാധിനാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ട നാമങ്ങൾ എന്ന വിഷയത്തിലുള്ള 6ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മളിന്ന് പ്രവേശിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചകളിൽ ഈ വിഷയത്തിലുള്ള നമ്മുടെ പഠന ക്ലാസ് ചില പ്രയാസങ്ങൾ കാരണം നമുക്ക് നടത്താൻ പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ എല്ലാ ചൊവ്വാഴ്ചകളിലും ഇതേ സമയത്ത് അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള തുടർ പഠന ക്ലാസ് ഇനി ഉണ്ടായിരിക്കുന്നതാണ്. അള്ളാഹു എല്ലാവിധത്തിലുള്ള ഖൈറുകളും നമുക്കെല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള, ഏറ്റവും പ്രാധാന്യമുള്ള വിഷയമാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള, അവൻ്റെ വിശേഷണങ്ങളെക്കുറിച്ചുള്ള പഠനം. ആ ഒരു പഠനത്തിലാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്ന് നമ്മൾ അൽ ഹയ്യു വൽ ഖയ്യൂം എന്ന 2 നാമങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അൽ ഹയ്യ്, അൽ ഖയ്യൂം എന്ന 2 നാമങ്ങൾ. അൽ ഹയ്യ് എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. അൽ ഹയ്യ്, ഹയ്യ് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവൻ. അൽ ഹയ്യ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. അൽ ഖയ്യൂം എല്ലാം നിയന്ത്രിക്കുന്നവൻ. അപ്പോൾ ഈ 2 നാമങ്ങൾ നമ്മൾ ഒരുമിച്ച് പറയാനുള്ള കാരണം, വിശുദ്ധ ഖുർആനിലും ഹദീഥുകളിലുമെല്ലാം ഈ നാമങ്ങളെ ചേർത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സ്ഥലങ്ങളിൽ പ്രയോഗിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ തന്നെ 5 ആയത്തുകളിൽ ഈ 2 നാമങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ 3 സ്ഥലങ്ങളിലും ഈ 2 നാമങ്ങളെയും ഒരുമിച്ചാണ് അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 2 നാമങ്ങളും ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ചേർന്ന് നിൽക്കേണ്ട നാമങ്ങളാണ്. ഈ നാമങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മൾ ഇസ്മുല്ലാഹിൽ അഅ്ലം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ നാമം, അത് അള്ളാഹു എന്ന നാമമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പണ്ഡിതന്മാരിൽ മഹാഭൂരിപക്ഷം ആളുകളും അള്ളാഹു എന്ന നാമമാണ് ഇസ്മുല്ലാഹിൽ അഅ്ലം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇസ്മുല്ലാഹിൽ അഅ്ലം എന്ന നാമം അൽ ഹയ്യുൽ ഖയ്യൂമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന നാമമാണ് ഇസ്മുല്ലാഹിൽ അഅ്ലം എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. മഹാനായ അബി ഉമാമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാം, അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അദ്ദേഹം പറയാണ്, ഇസ്മുല്ലാഹിൽ അഅ്ലം അല്ലദി ഇദാ ദുഇയ ബിഹി അജാബ ഫി 3 സുവരിൻ മിനൽ ഖുർആൻ ഫി അൽ ബഖറ വ ആല ഇംറാൻ വ ത്വാഹ. ഇസ്മുല്ലാഹിൽ അഅ്ലം, അത് വിളിച്ചുകൊണ്ട്, അതിനെ മുന്നിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്താൽ അള്ളാഹു എന്ത് ചെയ്യും? ആ ദുആ സ്വീകരിക്കും. അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കും. ആ ഇസ്മുല്ലാഹിൽ അഅ്ലം എവിടെയാണുള്ളത്? അത് ഖുർആനിലെ 3 അധ്യായങ്ങളിലുണ്ട്. ഏതൊക്കെയാണ് ആ അധ്യായങ്ങൾ? 1 അൽ ബഖറയാണ്, 2 ആലു ഇംറാനാണ്, 3 സൂറത്തു ത്വാഹയാണ്. ഈ 3 സൂറത്തുകളിൽ ഇസ്മുല്ലാഹിൽ അഅ്ലം ഉണ്ട്. എന്നിട്ട് ഈ ഹദീത്ത് ഉദ്ധരിക്കുന്ന ഹദീത്തിൻ്റെ റാവിയായ ഖാസിം അദ്ദേഹം പറയുന്നത്, ഈ 3 സൂറത്തുകൾ ഞാൻ പരിശോധിച്ചു, അതിൽ നിന്ന് ഞാൻ ഇസ്മുല്ലാഹിൽ അഅ്ലം കണ്ടെത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ അദ്ദേഹം ആദ്യമായിക്കൊണ്ട് പറഞ്ഞത് സൂറത്തുൽ ബഖറയിലെ ആയത്താണ്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. നോക്കൂ നിങ്ങൾ, അവിടെ അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പ്രയോഗിച്ചു. അതേപോലെ തന്നെ സൂറത്തു ആലു ഇമ്രാനിലെ തുടക്കത്തിൽ നമുക്ക് കാണാൻ പറ്റും, അലിഫ് ലാം മീം
അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. സൂറത്ത് ബഖറയിലും ആലു ഇമ്രാനിലും എന്തു പറഞ്ഞു? ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞു, ഹയ്യുൽ ഖയ്യൂം എന്ന് പഠിപ്പിച്ചു. അതേപോലെ സൂറത്തു ത്വാഹയിൽ അല്ലാഹു പറഞ്ഞു വഅനതിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം. അപ്പോൾ ഈ 3 അധ്യായങ്ങളിലും ഇസ്മുല്ലാഹിൽ അലമുണ്ട്. ആ ഇസ്മുല്ലാഹിൽ അലം എന്നത് അൽ ഹയ്യുൽ ഖയ്യൂമാണ് എന്ന് സമർത്ഥിച്ച പണ്ഡിതന്മാരുണ്ട്. പക്ഷെ ഇത് പ്രബല അഭിപ്രായമല്ല. ഇങ്ങനെ അഭിപ്രായപ്പെട്ട ആളുകളുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള, ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാരെല്ലാവരും ഇസ്മുല്ലാഹിൽ അലം എന്ന് പറഞ്ഞാൽ അൽ ഹയ്യുൽ ഖയ്യൂമാണ്, അഥവാ ഇന്ന് നമ്മൾ പഠിക്കുന്ന അള്ളാഹുവിൻ്റെ ഈ ഉന്നതമായ നാമമാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരാണ്. എന്തായാലും ഇന്ന് നമ്മൾ പഠിക്കുന്ന നാമം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഖുർആനിൽ 5 സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചിട്ടുണ്ട്. അതെവിടെയൊക്കെയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പരിശോധിക്കാം. അപ്പം എന്താണ് അൽ ഹയ്യ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം അള്ളാഹുവിൻ്റെ നാമമാണ് അള്ളാഹു ഹയ്യാണ്, അള്ളാഹു അൽ ഹയ്യാണ്. എന്താണ് അള്ളാഹു അൽ ഹയ്യാണ് എന്ന് പറഞ്ഞാൽ? നമുക്കതിനെ മലയാളത്തിൽ ഇങ്ങനെ പറയാം, അള്ളാഹു എന്നെന്നും, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവൻ മരണമില്ലാത്തവനാണ്. മനസ്സിലായോ? അള്ളാഹു ആരാണ്? അവൻ ഹയ്യാണ്. ഹയ്യ് എന്ന് പറഞ്ഞാൽ ഹയാത്തുള്ളവനാണ്. മനസ്സിലായോ? ഹയാത്തുള്ളവൻ, ജീവിച്ചിരിക്കുന്നവനാണ്. എങ്ങനെ? എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു അൽ ഹയ്യുൽ ഖയ്യൂം. ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ ഹാദാനി ഇസ്മാനി ജാമിആനി ലിസിഫാത്തിൽ കമാൽ. അങ്ങനെയാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത്. ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ അത് 2 അള്ളാഹുവിൻ്റെ നാമങ്ങളാണ്, പരിപൂർണമായ നാമങ്ങളാണ്. എല്ലാ അർത്ഥത്തിലും കാമിലായ എല്ലാ വിശേഷണങ്ങളും ഉൾക്കൊള്ളുന്ന 2 നാമങ്ങളാണ് അള്ളാഹുവിൻ്റെ അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറയുന്ന വിശേഷം. അൽ ഹയ്യു ഫീ ലുഗത്തിൽ അറബ് ഖിലാഫുൽ മയ്യിത്ത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഹയ്യ് എന്ന് പറഞ്ഞാൽ മരിച്ചവൻ്റെ വിപരീതം. മരിച്ചവൻ ആരാ? അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ജീവിച്ചിരിക്കുന്നവൻ. അപ്പം ഹയ്യ് എന്ന് പറഞ്ഞാൽ അവൻ ആരാ? മരണമില്ലാത്തവൻ, മരിക്കാത്ത ആളാണ് ഹയ്യ്. അൽ ഹയ്യ് എന്ന് പറഞ്ഞാൽ, അപ്പം ഹയ്യ് എന്ന് പറഞ്ഞാൽ മരിച്ചവൻ്റെ അഥവാ മയ്യത്തിൻ്റെ വിപരീതമാണ്. മരിച്ചു കിടക്കുന്ന ഒരാൾ, അവനെ ഹയ്യ് എന്ന് പറയില്ല, അവൻ മയ്യത്താണ്. ഹയ്യാര, അവൻ ജീവിച്ചിരിക്കുന്നവനാണ്. മനസ്സിലായില്ലേ? അൽ ഹയ്യു കാമിലുൽ ഹയ. പണ്ഡിതന്മാർ പറഞ്ഞു അൽ ഹയ്യ് എന്ന് പറഞ്ഞാൽ കാമിലുൽ ഹയ, പരിപൂർണമായി ഹയാത്തായവൻ, പരിപൂർണമായി ഹയാത്തുള്ളവൻ. ഫല്ലാഹു ലഹുൽ ഹയാത്തുൻ ഹയാത്തു താമത്തുൽ കാമിലത്തുൽ ലതി ലാ ബിദായത ലഹാ വലാ നിഹായ. പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ച് പറഞ്ഞ വാചകങ്ങളാണ് ഇതെല്ലാം. അവർ പറഞ്ഞു അള്ളാഹുവിന് എന്തില്ല? മരണമല്ല, അള്ളാഹുവിന് നാശം സംഭവിക്കില്ല. അള്ളാഹു ഹയ്യാണ് എന്ന് പറഞ്ഞാൽ അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവന് തുടക്കമില്ല, അവൻ അവസാനമില്ല. മനസ്സിലായില്ലേ? അള്ളാഹു എന്നാണ് ജനിച്ചത്? അങ്ങനൊന്നുമില്ല. അള്ളാഹു ആദ്യം മുതലേ ഉള്ളവനാണ്. അതാണ് അള്ളാഹുവിന് തുടക്കമില്ല, അവന് നിഹായത്തുമില്ല, അവസാനമില്ല. എന്നാൽ അള്ളാഹു ഹയ്യാണ്, നമ്മളും ഹയ്യാണല്ലോ, ഞാനും നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുകളാണല്ലോ. എന്നാൽ നമ്മൾ ഹയ്യാണ് എന്ന് പറയുമ്പോൾ അതിന് ന്യൂനതകളുണ്ട്, അള്ളാഹുവിന് ന്യൂനതകൾ ഉണ്ടാവില്ല. ഇപ്പം നോക്കൂ നിങ്ങൾ, നമ്മൾ ഹയ്യാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഹയാത്തുള്ളവരാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ന്യൂനത ഉണ്ട്? നമ്മൾ ഉറങ്ങും, നമുക്ക് ക്ഷീണമുണ്ടാകും, നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും, അല്ലേ? നമുക്ക് മയക്കം ബാധിക്കും, ഇതൊക്കെ സംഭവിക്കും. എന്നാൽ അള്ളാഹുവിനോ അതൊന്നുമില്ല. അള്ളാഹു ഹയ്യാണ് എന്ന് പറയുമ്പോൾ അവന് ഒരിക്കലും മരണമില്ലാത്തവനാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. നമ്മളോ? നമുക്കൊരു മരണമുണ്ട്, നമ്മളെല്ലാവരും സ്ഥിരമായി ഹയ്യല്ല, നമുക്കൊരു അവസാനമുണ്ട്, നമ്മൾ മരിക്കുന്നൊരു ദിവസം വരാനുണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു തുടക്കമുണ്ട്, അല്ലേ? നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചാൽ നമ്മളെ ഉമ്മ വാപ്പ നമുക്ക് പറഞ്ഞു തരും. നമ്മളൊക്കെ ആധാർ കാർഡിലുണ്ടാകും, അല്ലെങ്കിൽ പാസ്പോർട്ടിലുണ്ടാകും ഡേറ്റ് ഓഫ് ബർത്ത്, സ്കൂൾ സർട്ടിഫിക്കറ്റിലുണ്ടാകും. നമ്മളെ തുടക്കമാണത്. നമ്മൾ ഈ ദുനിയാവിലേക്ക് വന്നൊരു ദിവസമുണ്ട്. മനസ്സിലായില്ലേ? അതാണ് നമ്മൾ ഹയ്യ എന്ന് പറഞ്ഞാൽ അതിന് ന്യൂനതകളുണ്ട്, അതിൽ കുറവുകളുണ്ട്. എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹഹു. കുല്ലു ഷൈഇൻ ഹാലികുൻ, എല്ലാം തകരും, എല്ലാം നശിക്കും, എല്ലാത്തിനും അവസാനമുണ്ട്. ആരുടെ മുഖത്തിനൊഴികെ? അള്ളാഹുവിൻ്റെ, അള്ളാഹു ഒഴികെ. മനസ്സിലായില്ലേ? അപ്പം അള്ളാഹു ഹയ്യാണെന്ന് പറയുമ്പോൾ അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവൻ മരണമില്ലാത്തവനാണ്, അവൻ തുടക്കമില്ലാത്തവനാണ്, അവന് ന്യൂനതകളില്ലാത്തവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാം തകർന്ന് തരിപ്പണമാകും, എല്ലാം തകർന്ന് തരിപ്പണമാകും. ആരെ ബാക്കിയാവ? അള്ളാഹ് മാത്രമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അള്ളാഹു ഹയ്യാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അള്ളാഹു ഹയ്യ എന്ന് പറഞ്ഞാൽ അവൻ ആരാണ്?
അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവൻ മരണമില്ലാത്തവനാണ്, അവന് തുടക്കമില്ല, അവൻ അവസാനമില്ല, അവന് ന്യൂനതകളില്ല. മഹാനായ അബൂ മൂസ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാമ ഫീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅർബഇൻ ഫഖാല ഇന്നല്ലാഹ ലാ യനാമു വലാ യൻബഗി ലഹു അൻ യനാമ യഹ്ഫിദുൽ ഖിസ്ത യർഫഉഹു എന്ന് പറഞ്ഞ് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന് ഉറക്കല്ല അല്ലേ? ആയത്തുൽ കുർസി നമുക്കറിയാം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആയത്തിൽ അല്ലാഹുവിന് ഉറക്കല്ല, മയക്കമില്ല, ക്ഷീണമില്ല എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു മറക്കുന്നവനല്ല. നമുക്ക് ന്യൂനത ഉണ്ട്, നമ്മൾ ഹയാത്തിലുള്ള നമുക്ക് ന്യൂനതകളുണ്ട്, നമ്മൾ മറക്കുന്ന ആൾക്കാരാ. വമാ കാന റബ്ബുക നസിയ, നിന്റെ റബ്ബ് ഒരിക്കലും മറക്കുകയില്ല എന്ന് സൂറത്തു മറിയമിലെ 64-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നോക്കൂ നിങ്ങൾ, അല്ലാഹു ഹയ്യ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് മനസ്സിലായി, നമ്മൾ ഹയ്യ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് മനസ്സിലായി. നമ്മൾ ഹയ്യാണ് എന്ന് പറയുമ്പോൾ അതിൽ ന്യൂനതകളുണ്ട്, നമുക്കൊരു തുടക്കമുണ്ട്, നമുക്കൊരു ഒടുക്കുണ്ട്. അതിൻ്റെ ഇടയിൽ ഹയാത്തിൽ തന്നെ ക്ഷീണുണ്ടാകും, ഉറക്കുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും, പ്രയാസം, ഇതൊക്കെ നമുക്കുണ്ടാകും. അള്ളാഹ്ക്ക് ഇതൊന്നുമില്ല. എന്നാൽ സഹോദരങ്ങളെ, ധിക്കാരികളായ ചില ആളുകൾ അവർ പറഞ്ഞിരുന്നു അന റബ്ബുക്കുമുല്ല അല. ഫിറഔൻ പറഞ്ഞ വാചകാണ് അല്ലെ? ഫിറഔൻ എന്താ പറഞ്ഞ? അന റബ്ബുക്കുമുല്ല അല. എന്താ ഫിറഔന് സംഭവിച്ചത്? ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞ ഫിറഔൻ, ഞാനാണ് അള്ളാഹ് അല്ലേ, ഞാനാണ് നിങ്ങളെ പടച്ചവൻ എന്ന് പറഞ്ഞിരുന്ന ഫിറഔൻ അവൻ അവസാനം ഉണ്ടായില്ലേ? അവൻ അവസാനം ഉണ്ടായി. എത്ര ധിക്കാരിയായിരുന്നു ഫറോവ ചക്രവർത്തി, എന്തൊക്കെ തോന്നിവാസങ്ങൾ അയാൾ കാണിച്ചു. ആ ധിക്കാരിയായിരുന്ന അധാർമികതയിൽ ജീവിച്ചിരുന്ന ആ ഫറോവ ചക്രവർത്തിക്ക് എന്ത് സംഭവിച്ചു? അയാൾ മരിച്ചു. അതേപോലെ തന്നെ ഖാറൂൻ, സമ്പത്തിൻ്റെ ഉടമയായിരുന്നു ഖാറൂൻ, വലിയ സമ്പന്നനായിരുന്നു. ആളുകൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഖാറൂനെ, നിന്റെ സമ്പത്തിൽ നീ എന്ത് ചെയ്യണ്ട, വല്ലാതെ പുളകം കൊള്ളേണ്ട ആവശ്യമില്ല, ഇതൊക്കെ പടച്ചോൻ തന്നതാണ്, അതുകൊണ്ട് നീ ചെലവാക്കിക്കോ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ റബ്ബ് തന്ന സമ്പത്തിൽ നിന്ന് നീ ചെലവാക്കിക്കോ. സമ്പത്തുണ്ട് എന്ന് പറഞ്ഞ് അഹങ്കരിച്ചയാളാണ് ഖാറൂൻ അല്ലേ? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ വാചകം എന്താ? ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, ഇതൊക്കെ എൻ്റെ അറിവ് കൊണ്ട് ഞാൻ നേടിയതാണ്, എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയതാണ്. പക്ഷെ അങ്ങനെ ധിക്കാരം പറഞ്ഞ ഖാറൂനിനെ പടച്ചോൻ നശിപ്പിച്ചു. അപ്പം ലോകത്ത് ഏതൊക്കെ മനുഷ്യന്മാർ, ഏതൊക്കെ ഭരണാധികാരികൾ, ഏതൊക്കെ സ്വേച്ഛാധിപതികൾ, ആരൊക്കെ ഉണ്ടായി, അവർക്കൊക്കെ ഒരു അവസാനമുണ്ട്, അവരൊക്കെ മരിക്കും. മരിക്കാതെ എന്നെന്നും നിലനിൽക്കുന്നതാരാണ്? ഹയ്യായ അള്ളാഹുവാണ്. അതാണ് അള്ളാഹു ഹയ്യാണ് എന്ന് പറഞ്ഞാൽ. ഇനിയോ അള്ളാഹു ഖയ്യൂമാണെന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു ഹയ്യ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കി. ഇനി അള്ളാഹു ഖയ്യൂമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ 2 അർത്ഥം പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. 2 അർത്ഥം. അതിലൊന്ന്, അള്ളാഹു സ്വയം നിലനിൽക്കുന്നവനാണ്, സ്വയം നിൽക്കുന്നവനാണ്. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇസ്മുല്ലാഹിൽ ഖയ്യൂം അൽ ഖായിമു ബിനഫ്സിഹി, സ്വന്തം നിൽക്കുന്നവനാണ്, ആരുടെയും സഹായത്തിൻ്റെ ആവശ്യമില്ല. അള്ളാഹു എങ്ങനെയുള്ളവനാണ്? അവൻ സ്വയം നിൽക്കുന്നവനാണ്, ആരുടെയും സഹായത്തിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ചെറുതും വലുതുമായ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഒറ്റയ്ക്ക് നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല, ഒറ്റയ്ക്ക് ജീവിക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. മനസ്സിലായില്ലേ? നമ്മൾ ആശ്രയിക്കുന്ന ആളുകളാണ്. അള്ളാഹു ആരാ? അള്ളാഹു സ്വമദ്, അവൻ ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്, ആരും അവനെ സഹായിക്കേണ്ടതില്ല, അവൻ ഒറ്റക്ക് നിൽക്കുന്നവനാണ്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ 2ാമത്തെ അർത്ഥം, അള്ളാഹു ഒഴികെ ഇതര പടപ്പുകൾ അള്ളാഹുവിനെ കൊണ്ട് നിലനിൽക്കുന്നവരാണ്. മനസ്സിലായോ? അള്ളാഹു ആരാണ്? അള്ളാഹു ഖയ്യൂമാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ്, അവൻ ഒറ്റക്ക് നിൽക്കുന്നവനാണ്. അതേപോലെ തന്നെ ലോകത്ത് അള്ളാഹു ഒഴികെയുള്ള ബാക്കി എല്ലാ പടപ്പുകളും അവർ ആരുടെ സഹായം കൊണ്ടാണ് നിൽക്കുന്നത്? അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടാണ്, അള്ളാഹു ഉണ്ടായത് കൊണ്ടാണ്. അൽ ഖയ്യൂമു ലിയഹ്ലിസ് സമാവാതി വൽ അർദ് അൽ ഖായിമു ബിതദ്ബീരിഹിം വഅർസാഖിഹിം വജമീഅ അഹ്വാലിഹിം. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി, ആകാശഭൂമികളിലുള്ളവയെ നിയന്ത്രിക്കുന്നവൻ, അവയുടെ നിയന്ത്രണവും ഉപജീവനവും എല്ലാ അവസ്ഥകളും നിലനിർത്തുന്നവനാണ് അള്ളാഹു. ആരാണ് ഖയ്യൂമായ റബ്ബ് എന്ന് പറഞ്ഞാൽ? അവൻ ഭൂമിയിലുള്ളവയെ നിയന്ത്രിക്കുന്നവനാണ്, അവയുടെ നിയന്ത്രണവും ഉപജീവനവും എല്ലാ അവസ്ഥകളെയും അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ മറ്റുള്ള ആളുകൾ ആശ്രയിക്കുന്നവനാണ് ഖയ്യൂമായ അള്ളാഹു. അള്ളാഹു ആരാ? അവൻ സ്വയം നിൽക്കുന്നവനാണ്. ഇപ്പോൾ അള്ളാഹു ഗനിയാണെന്ന് പറയും അല്ലേ? നമുക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യമുണ്ട്, അള്ളാഹുവിൻ്റെ സഹായം ആവശ്യമുണ്ട്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. അള്ളാഹിൻ്റെ 2 നാമങ്ങളാണ്. ഇൻഷാ അല്ലാഹ് നമ്മളത് പിന്നീട് വിശദീകരിക്കും. അപ്പം അള്ളാഹു ആരാ? ഗനിയാണ്, സമ്പന്നനാണ്. നമ്മളോ? നമ്മൾ ഫഖീറുമാരാണ്, ദരിദ്രന്മാരാണ്.
നമുക്ക് എവിടുന്ന സമ്പത്ത് കിട്ടിയത്? സമ്പത്ത് കിട്ടാൻ അള്ളാഹുവിൻ്റെ സഹായം ആവശ്യമുണ്ട്. അപ്പം മനസ്സിലായില്ലേ? അള്ളാഹു ഹയ്യ എന്ന് പറഞ്ഞാൽ എന്താ? അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവൻ മരണമില്ലാത്തവനാണ്, അവന് തുടക്കമില്ല അവസാനമില്ല. അതേപോലെ തന്നെ ഖയ്യൂം എന്ന് പറഞ്ഞാൽ അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്, അവൻ എല്ലാത്തിനും അവൻ സ്വയം നിലനിൽക്കുന്നവനാണ്. അതേപോലെ തന്നെ മറ്റുള്ളവർ അവനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്, മറ്റുള്ളവർ അവനെ ആശ്രയിച്ചാണ്. ഇതര പടപ്പുകൾ അള്ളാഹുവിനെ കൊണ്ടാണ് നിലനിൽക്കുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ ഈ പദങ്ങൾ വന്ന സ്ഥലം ഏതാ? ഒന്ന്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്ത്. ഏതായത്ത്? ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിയാണ്. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിനോട് നബി ചോദിക്കുന്ന ചോദ്യമാണ്, യാ അബാ മുൻദിർ, യാ അബൽ മുൻദിർ, അല്ലയോ അബുൽ മുൻദിർ, അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ്. അതദിരി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅളം, അല്ലാഹുവിന്റെ കിതാബിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാ? നിന്റെ അടുക്കൽ നീ അറിഞ്ഞ, നിൻ പഠിച്ച ഖുർആനിലെ അള്ളാഹിന്റെ ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാ? അപ്പം അദ്ദേഹം പറഞ്ഞു, ഖുൽതു അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും അവന്റെ പ്രവാചകനും അറിയാം. യാ അബൽ മുൻദിർ അതദിരി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക, നിന്റെ ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാണ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അപ്പോൾ ഖുർആനിലെ ഏറ്റവും അഫ്ളലായ, ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാ? ആയത്തുൽ കുർസിയാണ്. ആ ആയത്തുൽ കുർസിയിൽ ഏത് നാമാണുള്ളത്? അള്ളാഹുവിൻ്റെ അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറയുന്ന നാമം കടന്നു വന്നിട്ടുണ്ട്. വേറെ ഈ നാമങ്ങളുണ്ട്, അള്ളാഹു എന്ന് പറഞ്ഞ നാമമുണ്ട്. അതേപോലെ തന്നെ അൽ ഹയ്യുൽ ഖയ്യൂം എന്ന ശ്രേഷ്ഠമായ നാമം എവിടെ ഉണ്ട്? ആയത്തുൽ കുർസിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് ചില സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? പാരായണം ചെയ്യണം. ഒന്ന്, എല്ലാ നിർബന്ധ നമസ്കാരത്തിൻ്റെ ശേഷവും ആയത്തുൽ കുർസി ഓതണം. നബി പറഞ്ഞു, മൻ ഖറഅ ആയത്തുൽ കുർസി ദുബുറ കുല്ലി സ്വലാത്തിൻ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്ന ഇല്ലൽ മൗത്ത്. എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷം, എല്ലാ നിർബന്ധ നമസ്കാരത്തിൻ്റെ ശേഷവും ആയത്തുൽ കുർസി ഓതുന്ന ആള് സ്വർഗത്ത് പോകണമെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്താൽ മതി. അതെന്താ? അയാൾ മരിച്ചാൽ മതി. അയാൾ മരിച്ചാൽ അയാൾ സ്വർഗത്തിലാണ്. അത്രയും മഹത്വം എന്തിനുണ്ട്? ഈ നാമം ഉൾക്കൊള്ളുന്ന ആയത്തുൽ കുർസിക്കുണ്ട്. മനസ്സിലായില്ലേ? ഈ നാമം ഉൾക്കൊള്ളുന്ന ആയത്തുൽ കുർസി എന്ന് പറയുന്ന ആ ആയത്തിനുണ്ട്. അപ്പം അത് വലിയ മഹത്വമാണ്. അതേപോലെ തന്നെ ഈ ആയത്ത് പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ നൽകുന്ന ആയത്താണ് ആയത്തുൽ കുർസി. ഈ നാമമുള്ള അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറയുന്ന നാമമുള്ള ആയത്ത് പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്ന ആയത്താണ്. വളരെ സുദീർഘമായ ഒരു ഹദീത്ത്, വളരെ സുദീർഘമായ ഹദീത്താണ്. ഞാനതിൻ്റെ ആശയം പറയാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീത്താണ്. അദ്ദേഹം പറയാണ്, വക്കലനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബിഹൈഫലി സക്കാത്തി റമദാൻ. ഫിത്ർ സക്കാത്ത് ഉണ്ടല്ലോ, റമദാനിൻ്റെ അവസാനത്തിൽ ശേഖരിക്കുന്ന ഫിത്ർ സക്കാത്ത്, ആ ഫിത്ർ സക്കാത്ത് സൂക്ഷിക്കാൻ വേണ്ടി, അതിന് കാവൽ നിൽക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. രാത്രിയൊക്കെ അതിന് കാവൽ നിൽക്കണം. അങ്ങനെ അദ്ദേഹത്തിന് കാവൽ നിൽക്കുകയാണ്. അങ്ങനെ കാവൽ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? അയാളുടെ അടുക്കിലേക്ക് ഒരാൾ വന്നു, ഒരു മനുഷ്യൻ വന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ അറിയാത്ത ഒരാളാണ്. അപ്പം ഇതൊന്നും കൊടുക്കാൻ പാടില്ല. കാരണം എന്താ? അതിന് നബി ഏൽപ്പിച്ചതാണ്, അത് വിശ്വാസികൾക്കിടയിൽ വിതരണം ചെയ്യാനുള്ളതാണ്. അദ്ദേഹം വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ ആവശ്യക്കാരനാണ്, പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, എന്തു വേണം? എനിക്ക് ഭക്ഷണം തരണം. ഇന്നി മുഹ്താജുൻ വ അലയ്യ ഇയാലുൻ, ഞാൻ ആവശ്യക്കാരൻ, എനിക്ക് കുടുംബമൊക്കെ ഉണ്ട്. വലിയ ഹാജത്തുൻ ഷദീദത്തുൻ, ഞാൻ ശക്തനായ ആവശ്യക്കാരനാണ്. അപ്പം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അത് കൊടുക്കാൻ എന്തായില്ല? തയ്യാറായില്ല. അവസാനം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് അയാൾ പറഞ്ഞു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വന്നൊരു പരാതി പറഞ്ഞു. നബി എങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഒന്നും പറഞ്ഞില്ല. പിന്നെ എന്ത് ചെയ്തു? അടുത്ത ദിവസവും ഇതേപോലെ സംഭവിച്ചു. അപ്പോൾ അബൂ ഹുറൈറ ലോല ഹൃദയൻ, അദ്ദേഹം അയാൾക്ക് കൊടുത്തു. ഇത് പല ദിവസം ആവർത്തിച്ചു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല അബൂ ഹുറൈറ, നിന്റെ അടുക്കലേക്ക് കഴിഞ്ഞ രാത്രി വന്ന ആള് അയാൾ എന്താ ചെയ്തത്? അയാൾ എന്താ പറഞ്ഞത്? അപ്പം നബിക്ക് ആ വിവരം അറിഞ്ഞിട്ടുണ്ട്, നബി വഹയിലൂടെ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തോട് നബിയോട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, എൻ്റെ അടുക്കൽ രാത്രി ഒരാൾ അയാൾ വന്നിട്ട് എന്നോട് അയാളുടെ ദാരിദ്ര്യവും പ്രയാസമൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ കൊടുക്കാൻ തയ്യാറായില്ല. അപ്പം അയാൾ എന്നോട് പറഞ്ഞു, പിന്നെ ദുരിതങ്ങളിൽ നിന്ന്, പിന്നെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്ന ഒരു ആയത്ത് ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു വന്ന ആൾ.
എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? ആയത്തുൽ കുർസി പഠിപ്പിച്ചു. ആയത്തുൽ കുർസിയെ പഠിപ്പിച്ചത് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു അഭയതേട്ടം, കാവൽ ചോദിക്കാനുള്ള സംരക്ഷണം ലഭിക്കുന്ന ഒരു ആയത്തുണ്ട്, അത് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? അയാൾ ആയത്തുൽ കുർസി പഠിപ്പിച്ചു തന്നു. അപ്പം ഞാൻ അയാൾക്ക് കൊടുത്തു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമുണ്ട്. നബി പറഞ്ഞു, വന്നത് കള്ളനാണ്, വന്നവൻ കള്ളനാണ്, പക്ഷേ അവൻ പറഞ്ഞത് സത്യമാണ്. അയാൾ പറഞ്ഞത് സത്യമാണ്. ആരാ വന്നതെന്നറിയോ? പിശാചാണ് വന്നത്. പിശാച് മനുഷ്യൻ്റെ രൂപത്തിൽ വന്നതാണ്. ഇത് സുദീർഘമായ ഹദീസാണ്, വിശദീകരിക്കാൻ സമയമല്ല. മനുഷ്യൻ്റെ രൂപം പ്രാപിച്ച് പിശാചാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ സമീപത്തേക്ക് വന്നത്. മനുഷ്യൻ്റെ രൂപത്തിലാണ് വന്നത്. അപ്പോൾ ആ നബി പറഞ്ഞ വാചകം എന്താ? വന്നോൻ കള്ളനാണോ, പിശാചാണോ, ശൈത്താനാണ്, പക്ഷെ ഓൻ പറഞ്ഞത് സത്യമാണ്. എന്താണ്? കാവൽ തേടാനുള്ള, അഭയം തേടാനുള്ള, സുരക്ഷിതമേകുന്ന ആയത്താണ് എന്ത് ചെയ്തത്? അയാൾ പഠിപ്പിച്ചത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറയുന്ന ആയത്താണ് പറഞ്ഞു. അപ്പോൾ ഈ ആയത്ത് എന്താണ്? ഈ ആയത്ത് പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് സുരക്ഷിതത്വമേകുന്ന ആയത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ 255 ആയത്തായിട്ട് എന്ത് വന്നു? ഈ അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറയുന്ന ആയത്ത് വന്നു. രണ്ടാമത് സൂറത്തു ആലു ഇമ്രാനിലെ 2-ാമത്തെ ആയത്ത് അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സൂറത്തു ത്വാഹയിൽ വഅനതിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം വഖദ് ഖാബ മൻ ഹമല ദുൽമൻ എന്ന് പറയുന്ന ആയത്ത്. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായുള്ളവനെ മുഖങ്ങൾ കീഴൊതുങ്ങിയിരിക്കുന്നു, അക്രമത്തിൻ്റെ ഭാരം ചുമന്നവൻ പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 നാമങ്ങളും ഒരുമിച്ച് വന്ന 3 സ്ഥലങ്ങളാണിത്. ഇനി നോക്കൂ നിങ്ങൾ, ഈ നാമങ്ങളിൽ ഒന്ന് മാത്രം വന്ന വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത്, വതവക്കൽ നീ എന്ത് ചെയ്യണം? ബലമേൽപ്പിക്കണം. എങ്ങനെ? അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത്, മരണമില്ലാത്തവനായ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ അള്ളാഹുവിൻ്റെ പേരിൽ ഹയ്യായ റബ്ബിനെ എന്ത് ചെയ്യുക? അള്ളാഹുവിനെ എന്ത് ചെയ്യുക? ബലമേൽപ്പിക്കണം എന്ന് പഠിപ്പിച്ചു. വേറെ സ്ഥലത്ത് ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാ ഹുവ ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സൂറത്ത് ഗാഫിറിലെ 65-ാമത്തെ ആയത്തിൽ അവനാകുന്നു ജീവിച്ചിരിക്കുന്നവൻ, അവനല്ലാതെ യാതൊരു ദൈവവുമില്ല, അതിനാൽ കീഴ്വണക്കം അവനെ നിഷ്കളങ്കമാക്കിക്കൊണ്ട് നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുക, ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അപ്പോൾ ഇതാണ് ഖുർആനിൽ 5 സ്ഥലങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ നാമം വന്നത്. 3 സ്ഥലത്ത് ഒരുമിച്ച് വന്നു, 2 സ്ഥലത്ത് എന്ത് ചെയ്തു? ഒറ്റക്കാണ്. അൽ ഹയ്യ് എന്ന നാമമാണ് വന്നിട്ടുള്ളത്. ഇനി ഈ പദം അൽ ഹയ്യുൽ ഖയ്യൂം എന്ന പദം ഹദീസുകളിൽ വന്നിട്ടുണ്ട്, പ്രാർത്ഥനകളിൽ വന്നിട്ടുണ്ട്. നമുക്ക് പഠിക്കാനുള്ളൊരു പാഠം അതാണ്. ഈ ക്ലാസ് കൊണ്ട് നമുക്ക് കിട്ടേണ്ട ഒരു കാര്യം എന്താ? നമ്മൾ ഈ ഇതിലെ പ്രാർത്ഥനകൾ പഠിക്കണം, അള്ളാഹുവിനോട് ചോദിക്കാൻ പഠിക്കണം. ഇപ്പം നോക്കൂ നിങ്ങൾ, മഹാനായ ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മൻ ഇസ്തഗ്ഫറല്ലാഹ ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ 3 മറ ഫഖാല അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ചെറിയ പ്രാർത്ഥനയാണ്. അയാൾ നിസ്കരിച്ചപ്പോൾ എന്ത് ചെയ്തു? നിസ്കാരത്തിന് ശേഷം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 തവണ പറഞ്ഞു. എന്നിട്ട് അയാൾ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണം. അല്ലദീ, നീ എങ്ങനെയുള്ളവനാണ്? ലാ ഇലാഹ ഇല്ലാ ഹുവ, നീയല്ലാതെ ആരാധനക്കർഹനായിട്ട് മറ്റാരുമില്ല. പിന്നെയോ അൽ ഹയ്യുൽ ഖയ്യൂം, ഹയ്യുൽ ഖയ്യൂമുമായ അല്ലാഹുവേ, വഅതൂബു ഇലൈഹി, ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു. എന്നിട്ട് നബി പറഞ്ഞ വാചകം എന്താ അറിയോ? ഗഫറല്ലാഹു ദുനൂബഹു, അല്ലാഹു അയാൾക്ക് അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും. വഇൻ കാന ഖദ് ഫറ മിനസ്സഹഫ്, വല്ലാത്തൊരു പ്രയോഗമാണത്. വഇൻ കാന ഖദ് ഫറ മിനസ്സഹഫ്, സഹഫ് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടാണ്. യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്നുള്ളത് വൻ പാപമാണ്, വലിയ കുറ്റമാണ്, സബഉൽ മൂബിഖാത്തിൽപ്പെട്ട പാപാണ്. നബി പറഞ്ഞ വാചകം എന്താ? ഒരാൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയവന് വരെ അള്ളാഹു പുറത്തു കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയവന് വരെ അള്ളാഹു പുറത്തു. അത്ര മഹത്വമുണ്ട് ഈ പ്രാർത്ഥനക്ക്. അതുകൊണ്ട് ഈ പ്രാർത്ഥന പഠിക്കണം എല്ലാവരും ഇത് പഠിക്കണം. അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി ഗഫറല്ലാഹു ദുനൂബഹു വഇൻ കാന ഖദ് ഫറ മിനസ്സഹഫ്. മനസ്സിലായില്ലേ? ചെറിയ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇത് പഠിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. ഇനി നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ല ദുരിതം ഉണ്ടായാൽ, കാന ഇദാ കർബഹു അംറുൻ, എന്തെങ്കിലും വിഷയത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പിന്നെ കെർബ് ബാധിച്ചാൽ, ബുദ്ധിമുട്ട് ബാധിച്ചാൽ നബി ഇങ്ങനെ പറയാൻ കൽപ്പിക്കുമായിരുന്നു, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്.
യാ ഹയ്യ ഖയ്യൂം, ഹയ്യും ഖയ്യൂമുമായ അല്ലാഹുവേ, ബിറഹ്മതിക, ഞാൻ എന്ത് ചെയ്യുന്നു, നിന്റെ റഹ്മത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട്, നിന്റെ കാരുണ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട്, അസ്തഗീഥു, നിന്നോട് സഹായം തേടുന്നു, ഞാൻ നിന്നോട് ഇസ്തിആസ നടത്തുന്നു. ഹയ്യുൽ ഖയ്യൂമായ അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ നടത്തി. എപ്പോൾ? പ്രയാസം തോന്നുന്ന സമയത്ത്. വേറെ ഹദീസിൽ കാണാം, കാന ഇദാ നസല ബിഹി ഹമ്മുൻ ഔ ഗമ്മുൻ ഖാല യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ഇതേ വാചകം തന്നെ. ഹമ്മുണ്ടായാൽ, ദുഃഖമുണ്ടായാൽ, വേദനയും പ്രയാസമൊക്കെ ഉണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, അതാണ് പ്രാർത്ഥന. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. എല്ലാവരും പഠിക്കണം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. എപ്പോഴും പ്രാർത്ഥിക്കുക. നമുക്ക് ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ, വേദന ഉണ്ടാകുമ്പോൾ, ദുരിതം ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ പ്രാർത്ഥന നിർവഹിക്കാം. മനസ്സിലായില്ലേ? നമ്മുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തൊരു പ്രാർത്ഥന ഉണ്ട്. നബി ചോദിക്കുക നബിനോട്, ഫാത്തിമയോട് എന്താ ചോദിക്കുന്നത്? മാ യംനഉകി അൻ തസ്മഇ മാ ഊസീക ബിഹി, ഞാൻ വസിയത്ത് ചെയ്ത കാര്യം അത് പ്രാവർത്തികമാക്കുന്നതിൽ നിനക്കെന്താണ് പ്രയാസമുള്ളത്? ഇതവർ പ്രാവർത്തികമാക്കാത്തതുകൊണ്ടല്ല കേട്ടോ, ഫാത്തിമ റളിയല്ലാഹു അൻഹ ചെയ്യാത്തതുകൊണ്ടല്ല. ഇതൊരു ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒന്നുകൂടെ ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ള, അവർക്കും അതേപോലെ തന്നെ ഉമ്മത്തിനും അവർക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലായിക്കൊണ്ടാണ് ഈ രീതിയിൽ ഇത് പ്രയോഗിച്ചത് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എന്നിട്ട് എന്താണ് നബി പഠിപ്പിച്ചു കൊടുത്ത വസിയത്ത് നൽകിയ ദുആ എന്താണ്? അൻ തഖൂലി ഇദാ അസ്ബഹതി വ ഇദാ അംസൈതി. ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാ ആൾക്കാരും, ഈ ക്ലാസ് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നല്ലവരായ ഉമ്മമാർ, ഉപ്പമാർ, സഹോദരങ്ങൾ, സഹോദരികൾ എല്ലാവരും അവരെന്ത് ചെയ്യണമെന്നറിയോ? ഈ പ്രാർത്ഥന പഠിക്കണം. ഇദാ അസ്ബഹതി, രാവിലെയായാൽ, വ ഇദാ അംസൈതി, വൈകുന്നേരമായാൽ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹ് വലാ തഖിൽനി ഇലാ നഫ്സി തറഫത ഐനി. ഈ പ്രാർത്ഥന ചൊല്ലണം. മനസ്സിലായില്ലേ? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി, എൻ്റെ കാര്യങ്ങളൊക്കെ നീ എന്ത് ചെയ്യണം? നന്നാക്കി തരണം. വലാ തഖിൽനി ഇലാ നഫ്സി തറഫത ഐനി, ഇമവെട്ടി തുറക്കുന്ന സമയം പോലും, കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം പോലും എൻ്റെ കാര്യങ്ങൾ എന്നെ നീ ഏൽപ്പിക്കരുത് നാഥാന, എന്നെ നീ ഏൽപ്പിക്കരുത്. അത്രമാത്രം അള്ളാഹുമായി ബന്ധപ്പെടേണ്ട ആളുകളാണ് നമ്മൾ. അപ്പം എന്ത് ചെയ്യണം? എല്ലാ രാവിലെയും പ്രഭാതത്തിലും ഈ പ്രാർത്ഥന നമ്മൾ എന്ത് ചെയ്യണം? ചൊല്ലണം. നമ്മളെ കുട്ടികളെ നമ്മളിത് പഠിപ്പിക്കണം. നമ്മുടെ വീട്ടിലുള്ളവരോട് ചെല്ലാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വസിയത്ത് നൽകണം. അവരെ ഓർമ്മപ്പെടുത്തേണ്ട പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കുൻതു മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദഅ റജുലൻ, ഞങ്ങൾ നബിന്റെ കൂടെയായിരുന്നു. അപ്പോൾ ഒരാൾ പ്രാർത്ഥിച്ചു, യാ ബദീഉസ് സമാവാത്ത് യാ ഹയ്യു യാ ഖയ്യൂം ഇന്നി അസ്അലുക. അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. യാ ബദീഅസ് സമാവാത്ത് യാ ഹയ്യു യാ ഖയ്യൂം ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹുവിൻ്റെ ഈ നാമങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അപ്പം നബി പറഞ്ഞു, അതദറൂന ബിമാ ദഅ, അയാൾ എന്തുകൊണ്ടാണ് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് അറിയോ? വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. അള്ളാഹുവിൻ്റെ ഈ നാമത്തെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്യും? അള്ളാഹു ഉത്തരം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെയുള്ള സംഭവങ്ങൾ വേറെയും ഹദീസിലുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കുൻതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസൻ يعني ورجلا قائما يصلي فلما ركع وسجد وتشهد دعا فقال في دعائه اللهم إني أسألك بأن لك الحمد لا إله إلا أنت المنان بديع السماوات والأرض يا ذا الجلال والإكرام يا حي يا قيوم إني أسألك. ഇതൊരാൾ പ്രാർത്ഥിച്ചു. അള്ളാഹിൻ്റെ കുറേ നാമങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് നിസ്കാരത്തിലെ തശഹുദിൽ എന്ത് ചെയ്തു? ഒരാൾ പ്രാർത്ഥിച്ചു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതേ ചോദ്യം, അയാൾ എന്തുകൊണ്ടാണ് പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് അറിയോ? അയാൾ പ്രാർത്ഥിച്ച ആ വാചകങ്ങൾ ഇസ്മുല്ലാഹിൽ അഅ്ലം അത് മുന്നിൽ വെച്ചുകൊണ്ട് ഒരാൾ ദുആ ചെയ്താൽ അള്ളാഹു അവൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നബിയുടെ അഭയതേട്ടം നോക്കൂ നിങ്ങൾ. അല്ലാഹുമ്മ ലക അസ്ലംതു اللهم لك أسلمت وبك آمنت وعليك توكلت وإليك أنبت وبك خاصمت اللهم إني أعوذ بك بعزتك لا إله إلا أنت أن تضلني أنت الحي الذي لا يموت أنت الحي الذي لا يموت والجن والإنس يموتون. ഞാൻ അവസാനിപ്പിക്കുന്ന ക്ലാസ് എന്താ പറഞ്ഞത്? അല്ലാഹുവേ നിനക്ക് ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. അല്ലാഹുവേ നിന്നിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നിന്റെ മേൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. നിന്നിലേക്ക് ഞാൻ തൗബ ചെയ്ത് മടങ്ങിയിരിക്കുന്നു. നിനക്ക് വേണ്ടി ഞാൻ തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. നിന്റെ പ്രതാപത്തെ തൊട്ട് എന്നെ വഴിതെറ്റിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. ലാ ഇലാഹ ഇല്ല അൻത അൻ തുദില്ലനി
അൻതൽ ഹയ്യുല്ലദീ ലാ യമൂത്ത്, നീ എങ്ങനെയുള്ളവനാണ്? നീ ഹയ്യാണ്, ലാ യമൂത്ത്, മരണമില്ലാത്തവനാണ്. നീ ഹയ്യാണ്, നീ മരണമില്ലാത്തവനാണ്. വൽ ജിന്നു വൽ ഇൻസു യമൂത്തൂൻ, ജിന്നുകളും മനുഷ്യരൊക്കെ മരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ സഹോദരങ്ങളെ, സഹോദരികളെ, അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമം, അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായി. അത് ഖുർആനിൽ വന്ന സ്ഥലങ്ങൾ നമ്മൾ പഠിച്ചു, അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി. അതുമായി ബന്ധപ്പെട്ട് വന്ന പ്രാർത്ഥനകൾ ഇത്രയും നേരം കഴിഞ്ഞ കുറച്ച് സമയങ്ങളിലൂടെ നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞു. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? നമ്മൾ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവും ആ ചൊല്ലിയ പ്രാർത്ഥന പഠിക്കാത്ത ആൾക്കാരുണ്ട് എങ്കിൽ എല്ലാവരും പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മക്കളോട്, കുടുംബാംഗങ്ങളോടൊക്കെ ഈ ദുആ നിർവഹിക്കാൻ വേണ്ടി പറയുക. അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ 2 നാമമാണ് ഹയ്യു, അൽ ഹയ്യ്, അൽ ഖയ്യൂം എന്നുള്ളത്. അത് കൂടുതൽ പഠിക്കാൻ, മനസ്സിലാക്കിയത് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിരിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിരിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിരിനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.